UDF ജയിച്ചു, LDF തോറ്റു. വൻ പരാജയം തന്നെയാണ് LDF നേരിട്ടത്. ഞങ്ങളുടെ തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു. 35 മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. വിജയം ആഘോഷിക്കുന്നത് വളരെ സമാധാനത്തോടുകൂടി മാത്രമാണ് ആഹ്ലാദ പ്രകടനം ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. സമാധാനത്തോടുകൂടി മാത്രമാണ് വിജയത്തിന്റെ ആഘോഷ പരിപാടികളും ആഹ്ലാദങ്ങളും ഞങ്ങൾ പങ്കുവച്ചത്. പക്ഷെ പാലക്കാട് നടന്നത് അങ്ങനെയാണ്. രമേഷ് പിഷാരടിയുടെ തിരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾക്കിടയിൽ നിന്ന് ആ മുസ്ലിം ലീഗുകാരനാണ് CPM പാലക്കാട് ജില്ലാ ഓഫീസിലേക്ക് കല്ലെറിയുന്നത്. ഭരണം കിട്ടിയതിന്റെ അഹങ്കാരത്തിൽ പാലക്കാട് രമേഷ് പിഷാരടി ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ കോൺഗ്രസിന്റെയും അതുമാതിരി തന്നെ മുസ്ലിം ലീഗിന്റെയും പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളുടെ CPMന്റെ പാർട്ടി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞത്. ഭരണം കിട്ടിയെന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണ് UDFന്റെ പ്രവർത്തകർ ഇമാതിരിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തത്. വളരെ സമാധാനത്തോടുകൂടി മാത്രമാണ് ഞങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷെ ഞങ്ങളുടെ പാർട്ടി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞതുകൊണ്ടാണ് അത് പ്രതികരിക്കേണ്ടി വന്നത്. ഭരണം കിട്ടിയ അഹങ്കാരത്തോടുകൂടി ഞങ്ങളുടെ പാർട്ടി ഓഫീസുകളും എല്ലാം ഇവർ തല്ലിയ തകർത്തു. ഇനി ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കണോ? ഒന്നുമില്ലാത്ത അവിടുന്ന് തുടങ്ങി വന്നതാണ് ഈ പ്രസ്ഥാനം. അക്രമങ്ങൾ തുടങ്ങി വെച്ചതും അഴിച്ചുവിട്ടതും ഭരണം കിട്ടിയെന്നുള്ള അഹങ്കാരത്തോടുകൂടി കോൺഗ്രസും മുസ്ലിം ലീഗും ഇത്തരത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും അതുമാതിരിയുള്ള വർഗീയ ശക്തികളുമാണ്. ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള അക്രമകരമായ ഒരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് നേരെ നിങ്ങൾ ആഞ്ഞടിച്ചാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. 102 സീറ്റ് കിട്ടിയ അഹങ്കാരത്തിൽ അക്രമങ്ങൾ അയച്ചുവിടരുത്. 102 അല്ല, 140 സീറ്റ് കിട്ടിയാലും ഈ കമ്മ്യൂണിസ്റ്റുകാരങ്ങ് ഇല്ലാതാക്കി കളയാൻ നിങ്ങൾ വ്യാമോഹിക്കരുത്. അവസാനിക്കുന്ന ശേഷിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മതി ഇങ്ങനെ പ്രസ്ഥാനത്തിന് മുന്നിൽ ചെങ്കൊടിയുമായി ചങ്കൂറ്റത്തോടെ നെഞ്ചും പിരിച്ചു നിൽക്കും. നിങ്ങൾക്ക് തടുക്കാനാവില്ല. ഞങ്ങൾ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരും. തോറ്റതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ച് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ജനത്തിന് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഇനി തുടർന്ന് ഞങ്ങൾ ജനത്തിനോടൊപ്പം ഉണ്ടാവും, പ്രതിപക്ഷത്തും ഉണ്ടാവും. എല്ലാ വർഗീയ ശക്തികളെയും പുറത്താക്കി വീണ്ടും ഞങ്ങൾ ജനത്തിന് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അധികാരത്തോടുകൂടി വീണ്ടും ഞങ്ങൾ തിരിച്ചു വരും.